എവറി ഡേ ബേസിസിൽ ഷുഗർ ഇൻടേക്ക് കുറച്ച് കഴിഞ്ഞാൽ അതൊരു വളരെ നല്ല കാര്യമായിരിക്കുന്നതാണ് എനിക്ക്. യെസ്, നമ്മൾ കഴിക്കുന്ന ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ പഞ്ചസാറിൻ്റെ അളവ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്, ഷുഗർ കട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് കിട്ടാനുണ്ട്. അതായത് നമ്മുടെ എനർജി കൂടുന്നതായിട്ട് തോന്നാം. അതുപോലെ തന്നെ നമ്മൾ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ, ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരുടെ രക്തത്തിലെ പഞ്ചസാറിൻ്റെ അളവ് നിയന്ത്രിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ട്രൈഗ്ലിസറൈഡ്സ്, കൊളസ്ട്രോളിൻ്റെ എമൗണ്ട് കുറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരം ഒന്നും കൂടി സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റൻ ആവാനും ഗ്ലോ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് വളരെ ഹെൽപ്ഫുള്ളാണ് നമ്മൾ ഷുഗർ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്. അതുപോലെ ഡിപ്രഷൻ, ആങ്സൈറ്റി ഒക്കെ ഉള്ള ആളുകളുടെ മൈൻഡ് സെറ്റും മൂഡൊക്കെ ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ടും ഈ ഷുഗർ കട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഷുഗർ കട്ട് എന്ന് പറയുന്നത് നല്ലതായിട്ട് ശരീരത്തിന് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പരിപാടിയാണ്. ഇനി ഷുഗർ കട്ട് എന്ന് പറഞ്ഞാൽ പഞ്ചസാര മാത്രം ഒഴിവാക്കുന്നതല്ല, നമ്മുടെ ഡയറ്റിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ കൂടി ഒഴിവാക്കിയാലേ ഞാൻ ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അതായത് തേന്, ശർക്കര, അതുപോലെ പാക്ക്ഡ് ആയിട്ടുള്ള ജ്യൂസസ്, അതുപോലെ കെച്ചപ്പ്, ഐസ്ക്രീം, ചോക്ലേറ്റ്, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടി, പിന്നെ ബിസ്ക്കറ്റ്സ് ഒക്കെ കഴിക്കുന്നവരാണ്. ബിസ്ക്കറ്റ്സും ഇതുപോലെ തന്നെ ഷുഗർ കട്ട് ഉണ്ടാകുമ്പോൾ അവോയ്ഡ് ചെയ്യണം. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടി നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാം പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ഷുഗർ കട്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഇനി നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സിൽ നിന്നുള്ള ഷുഗർ ആണെങ്കിൽ കുഴപ്പമില്ല. അതായത് ഫ്രൂട്ട്സ് എന്നും വെജിറ്റബിൾസ് എന്നും ഒക്കെ ഉള്ള ഷുഗർ ആണെങ്കിൽ കുഴപ്പമില്ല, അത് നമുക്ക് കഴിക്കാവുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷുഗർ കട്ട് ചെയ്യുമ്പോൾ ഒഴിവാക്കുന്നതാണ് നല്ലത്.